12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പീരുമേട് നിയമസഭാ നിയോജക മണ്ഡലം യോഗാദിന പരിപാടികൾ പീരുമേട് എം.എൽ.എ. അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷൻ കേരളയും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി ചക്കുവള്ളം അണക്കര SNDP ഹാളിൽ വെച്ച് യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റെജിമോൾ ഷിബി അധ്യക്ഷത വഹിച്ചു. പീരുമേട് എം.എൽ.എ. അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗാ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീദർശൻ KS വിഷയാവതരണം നടത്തി. സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ യോഗ നൃത്യവും ചെയ്യുന്നത് അത് നമ്മൾക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതശൈലി രോഗമൊക്കെ ഇന്നിപ്പം പ്രായമായിട്ട് തന്നെ ചെറുപ്പക്കാർക്കും ഒക്കെ ബാധിക്കപ്പെടുന്ന ഒരു രോഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു സംരക്ഷിക്കുന്ന പ്രമേയമെന്നുള്ള അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രമേയം എന്ന് പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും കണ്ടുവരുന്ന കൂടുതലായി കണ്ടുവരുന്ന നമ്മൾ സ്ട്രോക്ക് പോലെയും അതുപോലെ തന്നെ മറ്റേ ഹൃദയാഘാതം പോലെയുള്ള രോഗങ്ങൾ ഒളിഞ്ഞു വീഴുമുള്ള മരണവും ഒക്കെ സംബന്ധിച്ചുള്ള ഒരു മന്ത്രിയുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രമേയമാണ്. അത് വളരെ കേരളത്തിന്റെ എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അപ്പൊ അത് പെട്ടെന്നുള്ള ഒരു 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 മരണത്തിന് പോലും കാരണമാകുന്ന രീതിയിലുള്ള പല രോഗങ്ങളും നമ്മുടെ കേരളത്തിൽ കൂടി വരുന്നതിനെ കുറിച്ചുള്ള ഒരു ആസക്തിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പൊ നമുക്കറിയാം, ഇന്ന് നമുക്ക് അതിന്റെ ഉത്തരവും നമ്മുടെ ഈ യോഗാതലത്തിന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെയുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ അത് കൃത്യമായി ക്രമീകരിക്കാതെ അത് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാതിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർക്ക് പോലും അത് അവരുടെ ജീവന് പോലും മാരകമായി തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചെറുപ്പത്തിലെ യോഗ പരിശീലിക്കേണ്ട ഒരു ആവശ്യം എന്നുള്ളത്. യോഗയിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള അതിനുള്ള യോഗ പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മുടെ യോഗാ ദിനാചരണങ്ങളുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പിന്റെയും സിദ്ധ വകുപ്പിന്റെയും പ്രത്യേക മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പരിപാടിയും നടന്നു. ഒപ്പം പ്രത്യേക യോഗിക് ഭക്ഷണങ്ങളുടെ പ്രദർശനവും ആരോഗ്യ സംരക്ഷണ സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടിയിൽ അണക്കര ലയൺസ് ക്ലബ്ബും അമ്മയ്ക്കൊരുമ ട്രസ്റ്റും അണക്കര SNDP യോഗവും പ്രതീക്ഷ നികേതൻ സ്പെഷ്യൽ സ്കൂൾ അണക്കരയും കുടുംബശ്രീയും ആശാ വർക്കർമാരും തുടങ്ങി ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാലാസിംഗ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ആൻസി ജെയിംസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈനി റോയ്, ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്തവർക്ക് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചക്കുവള്ളം യോഗ ഇൻസ്ട്രക്ടർ ടോമിൻ എബി ജേക്കബ് യോഗ പരിശീലനം നടത്തി. പീരുമേട് നിയോജക മണ്ഡലം യോഗ പരിശീലകരുടെയും പ്രതീക്ഷ നികേതൻ സ്പെഷ്യൽ സ്കൂൾ അണക്കര കുട്ടികളുടെയും പ്രത്യേക യോഗ ഡാൻസ് പരിപാടികളും ഉണ്ടായിരുന്നു. ചടങ്ങിന് പീരുമേട് മണ്ഡലം കോർഡിനേറ്റർ ഡോക്ടർ മേഘ സതീഷ് സ്വാഗതം ആശംസിച്ചു. ചക്കുവള്ളം ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഗീസ് TS കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്.